ഹായ്. മുട്ടിലുണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ആന്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ് ഇഞ്ചുറി അഥവാ ACL ഇഞ്ചുറി എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നൊന്ന് മനസ്സിലാക്കാം. ഞാൻ ഡോക്ടർ ഷാഹിദ് ലത്തീഫ്, കൊല്ലം NS ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. മുട്ടിൽ സ്പോർട്സ് ഇഞ്ചുറീസിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു ഇഞ്ചുറിയാണ് ആന്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ് ഇഞ്ചുറി. നമ്മുടെ മുട്ടിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള സ്ലിപ്പ് പ്രിവെന്റ് ചെയ്യുക എന്ന ഫംഗ്ഷനാണ് ഈ രണ്ട് എല്ലിന്റെ ഇടയിലുള്ള ACL എന്ന ലിഗമെന്റ് ചെയ്യുന്നത്. സ്പോർട്സ് ആക്ടിവിറ്റിയിൽ നമ്മൾ ഓടിയിട്ട് പെട്ടെന്ന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നിന്നിട്ട് തിരിയുമ്പോഴോ, ഫുട്ബോളിൽ കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ബാസ്കറ്റ്ബോളിൽ അല്ലെങ്കിൽ വോളിബോൾ ഹൈ ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോഴോ ഒക്കെ ഈ ലിഗമെന്റ് ഇഞ്ചേർഡ് ആകാം. ഇത് ഇഞ്ചേർഡ് ആയാൽ മിക്കവാറും പേഷ്യൻസിൽ ഉടൻ തന്നെ അവർക്കൊരു സൗണ്ട് ഫീൽ ചെയ്യും. അതിന് പോപ്പിംഗ് സൗണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് അത് പൊട്ടുന്നത് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതിനുശേഷം മുട്ടിൽ നീരും വേദനയും ആദ്യത്തെ 2-3 ദിവസം നല്ല രീതിയിൽ കാണും. ഈ ഇഞ്ചുറി ഒരു ഓർത്തോപെഡിക് സർജന് മിക്കവാറുമൊക്കെ അവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. വേദന കുറഞ്ഞതിന് ശേഷം മുട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ മുട്ടിന് ആട്ടം ഉണ്ടാകുന്ന അവസ്ഥ, അതായത് ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പരിശോധനയിലൂടെ ACL ഉണ്ടെന്ന് നല്ല രീതിയിൽ തന്നെ ഉറപ്പിക്കാം. എന്നാലും MRI എടുത്താണ് ഈ ഇഞ്ചുറി കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്. MRIയിലൂടെ ACL ഇഞ്ചുറി ഉണ്ടെന്ന് കൺഫേം ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ ആദ്യം പരിശോധിക്കുന്നത് മുട്ടിന് മറ്റെന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം ACL ലിഗമെന്റ് സർജറി വേണോ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇതിന്റെ കൂടെയുള്ള ബാക്കി അസോസിയേറ്റഡ് ഇഞ്ചുറീസ്. ACL ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം ആദ്യത്തെ 3 മുതൽ 6 ആഴ്ച വരെ നീ ഇമ്മൊബിലൈസർ എന്ന് പറയുന്ന നീളത്തിലുള്ള ഒരു ബെൽറ്റ് ഇട്ട് കാലിന്റെ മുട്ട് മടങ്ങാതെ റെസ്റ്റ് എടുക്കുന്നതാണ് ഇനിഷ്യൽ ട്രീറ്റ്മെന്റ്. വേദന കുറഞ്ഞതിന് ശേഷം MRI എടുത്ത് ലിഗമെന്റ് ഇഞ്ചുറി കൺഫേം ചെയ്താൽ പിന്നീട് സർജറി അനിവാര്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സർജറി വേണ്ടി വരുന്നത് ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ സർജറി ഒഴിവാക്കാൻ പറ്റുന്ന കാറ്റഗറി ഓഫ് പേഷ്യൻസ് ആരാണ്? നമ്പർ 1, അസോസിയേറ്റഡ് ആയിട്ട് ഒരു ഇഞ്ചുറിയും ഇല്ലാത്തൊരു പേഷ്യന്റ് അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ, അതായത് ACL മാത്രം പൊട്ടുകയും മറ്റ് ലിഗമെന്റുകൾ നോർമലായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ, അവർക്ക് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സർജറി ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന പേഷ്യൻസ് ഹൈ ലെവൽ സ്പോർട്സിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ലിഗമെന്റ് ഇഞ്ചുറിയുടെ ബുദ്ധിമുട്ടുകൾ വീണ്ടും വരാം. അതിനാൽ അവർ ഹൈ ലെവൽ ആക്ടിവിറ്റീസ് ഒഴിവാക്കേണ്ടതാണ്. 2, ഭാഗികമായി മാത്രം ACL പൊട്ടുന്ന അവസ്ഥ, അതായത് പാർഷ്യൽ ടയർ ഓഫ് ദ ലിഗമെന്റ്. ഈ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഉദ്ദേശം ഒരു 100 നാരുണ്ടെങ്കിൽ അതിലൊരു 20-30 നാരുകൾ പൊട്ടുകയും ബാക്കി നാരുകൾ ഇൻടാക്ട് ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതായത് ഒരു കയറിന്റെ കുറച്ച് ഭാഗം മാത്രം പൊട്ടിപ്പോകുന്നത് പോലെ. അപ്പോഴും ആ കയറിന് നല്ല ബലമുണ്ടെങ്കിൽ ഈ പേഷ്യന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാവുന്നതാണ്. 3, പ്രായം ACL ലിഗമെന്റ് ഇഞ്ചുറി സർജറി ചെയ്യണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള പ്രധാന ഘടകമല്ല. കാരണം പ്രായത്തിനേക്കാൾ ഇമ്പോർട്ടന്റ് അവരുടെ ആക്ടിവിറ്റി ലെവലാണ്. അവർക്ക് തുടർന്ന് ഹൈ ലെവൽ സ്പോർട്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ACL സർജറി ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ സ്പോർട്സ് എല്ലാം ഉപേക്ഷിച്ച് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മതി, അല്ലെങ്കിൽ അവരുടെ ജോലിക്കും വലിയ നീ ആക്ടിവിറ്റി വേണ്ട എന്നുള്ളവർക്കും ACL ലിഗമെന്റ് സർജറി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് ഈ സർജറി ആവശ്യമുള്ള പേഷ്യൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. 1, സിംപ്റ്റമാറ്റിക് പേഷ്യൻസ്, അതായത് ACL ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം ബുദ്ധിമുട്ടുണ്ടാകുന്ന പേഷ്യൻസ്. ഇവർ പടി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓടാൻ ശ്രമിക്കുമ്പോഴോ ഓടിയിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെ ഇവർക്ക് പെട്ടെന്ന് മുട്ട ഇങ്ങനെ സ്ലിപ്പ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. ഇവർക്ക് സർജറി അനിവാര്യമാണ്. 2, അസോസിയേറ്റഡ് ആയിട്ട് മറ്റ് ലിഗമെന്റുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ACL പൊട്ടുന്നതിനോടൊപ്പം അതിന്റെ പിന്നിലുള്ള PCL എന്ന ലിഗമെന്റോ സൈഡിലുള്ള LCL MCL എന്നൊക്കെ പറയുന്ന ലിഗമെന്റോ അല്ലെങ്കിൽ മുട്ടിന്റെ വാഷറോ ഡാമേജ് ഉണ്ടെങ്കിൽ ഇവർക്ക് സർജറി അനിവാര്യമാണ്. അതിന് കാരണം ഇവർ സർജറി ചെയ്യാതിരുന്നാൽ അടുത്ത ഒരു 10 വർഷത്തിൽ ഇവരുടെ മുട്ടിന്റെ കാർട്ടിലേജിന് ഡാമേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇവരുടെ വാഷറുകൾക്ക് വിള്ളൽ ഉണ്ടാകാം. ഒട്ടനവധി പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം പേഷ്യൻസ് തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും അസോസിയേറ്റഡ് ഇഞ്ചുറി ഉണ്ടെന്ന് MRI റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് സർജറിയാണ് എപ്പോഴും ഉത്തമമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. 3, കുട്ടികൾക്ക് ACL ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അവർക്ക് ഭാവിയിൽ മുട്ടിന്റെ വാഷർ അല്ലെങ്കിൽ മെനിസ്കസിന് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവരുടെ കാർട്ടിലേജിന്, അതായത് തരുണാസ്ഥിക്ക് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വളരെ പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ കുട്ടികളുടെ ACL ഇഞ്ചുറി സർജറിയാണ് അനിവാര്യമായുള്ള ട്രീറ്റ്മെന്റ്. എന്നാൽ അവരുടെ എല്ല് വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഈ സർജറി ചെയ്യേണ്ട സമയം സർജൻ കുട്ടിയെ നോക്കി മനസ്സിലാക്കി തീരുമാനിക്കേണ്ടതാണ്. ACL ലിഗമെന്റ് എങ്ങനെയാണ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്? റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിയ ലിഗമെന്റിന് പകരം
അവിടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന വേറെ ഒരു ടെൻഡൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതായത് നമ്മൾ ഒരു കയറ് പൊട്ടിയാൽ അത് മാറ്റിയിട്ട് അതിന് പകരം അവിടെ വേറൊരു വള്ളി വെച്ച് കെട്ടിവെക്കുന്ന അവസ്ഥ. അത് തന്നെയാണ് മുട്ടിലും ചെയ്യുന്നത്. ഇപ്പോൾ ഈ സർജറി കീഹോളായി ചെയ്യാവുന്നതാണ്. നമ്മുടെ മുട്ടിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്നോ കാലിന്റെ പാദത്തിൽ നിന്നോ ഒക്കെ നമ്മൾ ടെൻഡൻ ഗ്രാഫ്റ്റ് ആയിട്ട് എടുത്തിട്ട് അത് ഈ പൊട്ടിയ ലിഗമെന്റിന് പകരം വെച്ചിട്ട് അത് അവിടെ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്നതാണ്. ACL റീകൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 6 മാസം ആകുമ്പോഴേക്കും അവർക്ക് പൂർണ്ണമായും സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് ടു മീ.